നമ്മുടെ RRBന്റെ ലോഗോ മാറിയത്, റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ലോഗോ മാറിയത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പോൾ RRB ക്ലർക്ക് എക്സാം വരുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ആ ലോഗോ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ RRBയുടെ പുതിയ ലോഗോ എന്ന് പറയുന്നത്. ഇതിൽ ഈ അപ്വാർഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അപ്വാർഡ് ആരോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ സ്ട്രക്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്വാർഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് അഡ്വാൻസ് വിത്തിൻ ദി റൂറൽ എക്കണോമി. പിന്നെ ഈ ഒരു സ്ട്രക്ചർ കാണിക്കുന്നതാണ് ഹാൻഡ് എന്ന് പറയുന്നത്. ഹാൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ലൈക്ക് കെയർ, സപ്പോർട്ട് ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റീസിലുള്ള RRBന്റെ, റൂറൽ കമ്മ്യൂണിറ്റീസിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള RRBന്റെ എഫേർട്സിനെയാണ്. നെക്സ്റ്റ് ഫ്ലെയിം എന്ന് പറയുന്നത് ഈ മുകളിലത്തെ സ്ട്രക്ചറിനെയാണ് ഫ്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലെയിം റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫ്ലെയിം റെപ്രസെന്റ് ചെയ്യുന്നത് വാംത്, നോളജ് ആൻഡ് ദി എംപവർമെന്റ് ഓഫ് റൂറൽ പോപ്പുലേഷനെയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് കളേഴ്സ് ഉണ്ട് അല്ലെ, അതായത് ഡാർക്ക് ബ്ലൂ കളറും ഗ്രീൻ കളറുമാണ് നമ്മുടെ ലോഗോയിലുള്ളത്. സോ അത് എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡാർക്ക് ബ്ലൂ കളർ ഫിനാൻസ് സ്റ്റെബിലിറ്റി ട്രസ്റ്റിനെയാണ്. സോ RRB ആസ് എ ഡിപ്പെൻഡബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഡാർക്ക് ബ്ലൂ കളർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ആണെങ്കിലോ ലൈഫ്, ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി റിഫ്ലക്ടിംഗ് ദെയർ മിഷൻ ടു സപ്പോർട്ട് റൂറൽ ലൈവ്ലിഹുഡ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. സോ ലൈഫ്, ഗ്രോത്ത്, പ്രോസ്പെരിറ്റിനെയൊക്കെയാണ് ഗ്രീൻ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ലോഗോയും അതിൽ കളേഴ്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആൻഡ് ലോഗോ എന്തിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്.